KPCC ആസ്ഥാനത്തെ പുതിയ ഭാരവാഹികൾ ജോയിൻ ചെയ്യുന്നതിൻ്റെയും അധികാരം ഏറ്റെടുക്കുന്നതിൻ്റെയൊക്കെ ചടങ്ങുകൾ ആരംഭിക്കാൻ പോകുന്നു. മിക്ക നേതാക്കന്മാരും ഒക്കെ എത്തിക്കഴിഞ്ഞു. KPCC പ്രസിഡൻ്റായ കെ സുധാകരൻ എത്തി, ഇനി നിയുക്ത പ്രസിഡന്റും അവിടെ എത്തിക്കഴിഞ്ഞു. അതുപോലെ KC വേണുഗോപാൽ എത്തിയിട്ടുണ്ട്, VD സതീശൻ എത്തി. ശ്രീജിത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീജിത്ത്, ഇപ്പോൾ നടക്കുന്ന കുറച്ച് കോൺഗ്രസ് പ്രവർത്തകർ കുറച്ച് ആവേശഭരിതരാണ്. പതിവിൽ കവിഞ്ഞ് ഒരു വിശ്വാസമുള്ള ഒരു യുവ നേതൃത്വം വരുന്നു എന്നൊരു തോന്നലൊക്കെ ഉണ്ടോ? തീർച്ചയായും കോൺഗ്രസ് പ്രവർത്തകരിലൊരു പുതിയ ഊർജ്ജവും ആവേശവും കൈവന്നിട്ടുണ്ട്. സാധാരണ നിലയ്ക്ക് സ്ഥാനാർത്ഥി പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസ് ചില പൊട്ടിത്തെറികളും അപസ്വരങ്ങളും ഒക്കെ ഉയരാറുണ്ട്. എന്നാൽ ഇത്തവണ അത്തരത്തിലുള്ള ഒരു എതിർസ്വരങ്ങളും ഉണ്ടായിട്ടില്ല. അതൃപ്തി ഉള്ളവർ പോലും, അതൃപ്തിയില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതൊരു അസത്യമായിരിക്കും. എന്നാൽ അതൃപ്തി ഉള്ളവർ പോലും പ്രതികരണങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് പാർട്ടിയുടെ നിർണായകമായ തെരഞ്ഞെടുപ്പുകൾ പാർട്ടിക്ക് വിജയം ഉറപ്പിക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് ബോധ്യമുള്ള രീതിയിലാണ് പ്രതികരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ പതിവിന് വിപരീതമായി വലിയ ആവേശവും അച്ചടക്കവും ഈ കാര്യത്തിലുണ്ട്. നിയുക്ത പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കമുള്ള ആളുകൾക്ക് ഈ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഒരു സമചിത്തതയുള്ള നേതാവ്, സൗമ്യനായ നേതാവ് എന്ന തരത്തിലുള്ള ഒരു അംഗീകാരമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒറ്റക്കെട്ടായി കൂട്ടായി പാർട്ടിയെ നയിക്കും എന്ന തരത്തിലുള്ളൊരു വിശ്വാസം പ്രവർത്തകർക്കുണ്ട്. ആ വിശ്വാസമാണ് കോൺഗ്രസ് പ്രവർത്തകർ വലിയ തോതിൽ ഊർജ്ജം കൈവന്നിരിക്കുന്നത്. കഴിഞ്ഞ 10 കൊല്ലമായി കേരളത്തിലെ കോൺഗ്രസ് അധികാരത്തിന് പുറത്താണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരിക എന്ന വലിയ ഉത്തരവാദിത്തമാണ് പുതിയ നേതൃത്വത്തിനുള്ളത്. ഇപ്പോൾ ഇവിടെ ഈശ്വര പ്രാർത്ഥന നടക്കുകയാണ്. SK നേതൃത്വം അധികാരമേൽക്കും. KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് അധികാരത്തിൽ വരും. UDF കൺവീനറായി അടൂർ പ്രകാശാണ്. എന്തായാലും യുവ നേതൃത്വമാണ്. ഷാഫിയും PC വിശ്വനാഥും ഒക്കെ തന്നെ ഒരുപക്ഷെ പുതിയ ഒരു നേതൃത്വത്തിലേക്ക് ഊർജം പകരും എന്ന് തന്നെയാണ് ആൾക്കാരുടെ പ്രതീക്ഷ. പൊതുവേ ഇവരെക്കുറിച്ചൊക്കെ തന്നെ നല്ല അഭിപ്രായമാണ് സാധാരണ പ്രവർത്തകർക്കിടയിൽ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിൽ വന്നു നിൽക്കുമ്പോൾ ഈ ഇലക്ഷൻ പ്രയോറിറ്റി തീർച്ചയായിട്ടും ഇവരുടെയൊക്കെ മനസ്സിലുണ്ടാകും എന്ന് നമ്മൾ കരുതുന്നു. ശ്രീജിത്തിലേക്ക് തന്നെ നമ്മൾ മടങ്ങിപ്പോകുന്നു. അവിടെ ഈശ്വര പ്രാർത്ഥന നടക്കുകയാണ്. രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിലാണ് ഇപ്പോൾ ചടങ്ങ് നടക്കുക. ശ്രീജിത്ത്, താങ്കൾക്ക് സംസാരിക്കാൻ കഴിയുന്ന സ്ഥലത്താണെങ്കിൽ പറയൂ. SK ഈ ചുമതലയേൽക്കൽ ചടങ്ങ് ആരംഭിക്കുകയായി. ഇപ്പോൾ സംഘടനാ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറി M. ലിജു ഈ ചടങ്ങുകൾക്ക് ആമുഖം കുറിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ സാന്നിധ്യത്തിലാണ് KPCCയുടെ പുതിയ ഭാരവാഹികൾ അധികാരമേൽക്കുന്നത്. മുൻ KPCC പ്രസിഡന്റ് K. സുധാകരൻ, ഒപ്പം തന്നെ K. മുരളീധരൻ, VM സുധീരൻ അടക്കമുള്ള നേതാക്കളുണ്ട്. ഒപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശൻ, സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കേരളത്തിൽ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കമുള്ള അതുപോലെ തന്നെ AICC പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്നിൽ സുരേഷ്, പ്രവർത്തക സമിതിയിലെ ക്ഷണിതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരിക്കുന്നു. സംസ്ഥാന കോൺഗ്രസിൽ ഒരു ഐക്യത്തിൻ്റെ വിളംബര പ്രഖ്യാപനമായി ഈ ചടങ്ങ് മാറുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം പുതിയ കാലത്ത് പാർട്ടി ഏറ്റെടുക്കേണ്ട വെല്ലുവിളികൾ എത്രയാണെന്നതിൻ്റെ ഉത്തരവാദിത്വം പ്രവർത്തകരെയും നേതാക്കളെയും ഒരുപോലെ അറിയിക്കുക എന്നതാണ് ഹൈക്കമാൻഡ് ഈ നേതൃമാറ്റത്തിലൂടെ നിർവഹിച്ചിരിക്കുന്ന കടമ. ആ ഉത്തരവാദിത്വം ഉൾക്കൊണ്ട് നേതാക്കൾ പ്രവർത്തിക്കണമെന്ന കൃത്യമായ സന്ദേശവും ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ തോതിൽ ആവേശമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു നേതൃമാറ്റമായി ഇത് മാറുകയാണ്. ഈ നേതൃമാറ്റത്തിന് ലഭിക്കുന്ന അംഗീകാരം പാർട്ടിയുടെ താഴെത്തട്ടിൽ വരെ എത്തിയാൽ നിർണായകമായ തദ്ദേശഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയം ഉറപ്പിക്കാനാകും എന്നാണ് നേതാക്കൾ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം. നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ച അങ്കമാലി MLA റോജി M. ജോൺ, ഒപ്പം തന്നെ ആലുവ MLA അൻവർ സാദത്ത്, ഹൈബി ഈഡൻ MP തുടങ്ങിയവരെല്ലാം തന്നെ ഇതേ അഭിപ്രായമാണ് പ്രകടിപ്പിച്ചത്. പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ തോതിലുള്ള ആവേശം ഈ പുതിയ നേതൃനിരയ്ക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ ഗ്രൂപ്പുകളുടെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ പക്ഷത്തിൻ്റെ ഭാഗമായി നിന്ന് ഈ അപവാദങ്ങളും ആരോപണങ്ങളും ഏറ്റവരല്ല, മറിച്ച് പ്രവർത്തകരുടെ ആവേശം ഉയർത്തിയ നേതാക്കന്മാരാണ്. ഷാഫി പറമ്പിലിനെ പോലെയും വിഷ്ണുനാഥിനെ പോലെയുള്ള നേതാക്കന്മാർ, ഒപ്പം AP അനിൽകുമാറിനെയും സണ്ണി ജോസഫിനെയും പോലുള്ള പാകതയും പക്വതയും വന്ന നേതാക്കന്മാർ. അങ്ങനെ പരിചയസമ്പത്തിൻ്റെയും യുവത്വത്തിൻ്റെയും ഒരു കൃത്യമായ സമ്മേളനമാണ് പുതിയ നേതൃനിരയിലൂടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിന് നവോന്മേഷം പകരുന്ന, കോൺഗ്രസിന് പുതിയ ഊർജ്ജം പകരുന്ന ഒരു തീരുമാനമായി ഇത് മാറുകയാണ്. ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാരവാഹിത്വം ഏറ്റെടുക്കുന്ന ചടങ്ങ് ആരംഭിച്ചു കഴിഞ്ഞു ഇന്ദിരാഭവനിൽ.
മിക്കവാറും എല്ലാ നേതാക്കന്മാരും എത്തിയിട്ടുണ്ട്. ഗ്രൂപ്പ് വഴക്കുകൾക്കൊന്നും പ്രസക്തിയില്ല എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക്. AP അനിൽകുമാറും ഷാഫി പറമ്പിലും അതുപോലെ PC വിശ്വനാഥും ഒക്കെ തന്നെ നേതൃനിരയിലേക്ക് വരുമ്പോൾ, അടൂർ പ്രകാശ് നേതൃനിരയിലേക്ക് വരുമ്പോൾ, സണ്ണി ജോസഫ് വരുമ്പോൾ പുതിയൊരു നിര കേരളത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനക്കാർക്കിടയിൽ തിളക്കമുണ്ടാക്കും എന്നാണ് അവരുടെ വിശ്വാസം. ഉമേഷ് ബാലകൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. KC വേണുഗോപാലായിരിക്കും ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. AICCയിലെ പ്രത്യേക ക്ഷണിതമായ രമേശ് ചെന്നിത്തലയും ഒക്കെ എത്തിയിട്ടുണ്ട്. അതുപോലെ ഒരു കോംപ്രമൈസ് ഫോർമുല എന്ന നിലയിൽ സുധാകരനെ AICCയിലെ സ്ഥിരം ക്ഷണിതാവാക്കും എന്ന അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്. എന്തായാലും വലിയ വഴക്കും വക്കാണമൊന്നും ഇല്ലാതെ തന്നെ ഇത് മാറ്റാൻ കഴിയുന്നു. UDF കൺവീനറായിരുന്ന MM ഹസന് മാത്രം പ്രത്യേക പദവിയിൽ നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന് അതൃപ്തിയൊന്നുമില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഉമേഷ് ബാലകൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. SKN പറഞ്ഞതുപോലെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ KPCCയിലെ പുതിയ നേതൃനിര അധികാരമേൽക്കുകയാണ്. എപ്പോഴും പുതിയ നേതൃനിര വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ എതിർ ശബ്ദങ്ങൾ കേട്ടിരുന്നത് യുവാക്കളുടെ ഭാഗത്തു നിന്നായിരുന്നു. കോൺഗ്രസിലെയോ യൂത്ത് കോൺഗ്രസിലെയോ യുവ നേതൃത്വ നിരയായിരുന്നു പലപ്പോഴും വിമർശനങ്ങളും ഒരു വലിയ രീതിയിൽ ഒരു വിമർശനങ്ങളും പൊട്ടിത്തെറിഞ്ഞ് മുന്നോട്ട് വരികയും ചെയ്തിരുന്നത്. പക്ഷെ ഇത്തവണ അതുണ്ടായില്ല. കാരണം ഓക്കെ, നമുക്കൊപ്പം ചേർന്ന് ഉമേഷ് ബാലകൃഷ്ണൻ. ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. പുതിയ KPCC നേതൃത്വം ചുമതലയേൽക്കുന്ന ചടങ്ങ് അല്പം നിമിഷങ്ങൾക്കകം ആരംഭിക്കും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലായിരിക്കും ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുക. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ്, അതുപോലെ കൊടിക്കുന്നിൽ സുരേഷ്, ഇങ്ങനെയുള്ള കോൺഗ്രസ് നേതൃനിരയിലുള്ള എല്ലാവരും ഈ ചടങ്ങിന് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീജിത്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീജിത്ത്, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഒരുപക്ഷേ ഈ പ്രവർത്തകർ ഒരുപാട് ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർക്കൊരു നവോന്മേഷം പകരാൻ ഈ പുതിയ ഭാരവാഹികൾക്ക് കഴിയുമെന്നാണോ ഈ നേതാക്കന്മാരുടെ പ്രതീക്ഷ? SKN ഈ അതിർത്തിയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പുതിയ ഭാരവാഹികളുടെ സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങ് വിപുലമായി നടത്തേണ്ടതില്ല എന്നായിരുന്നു KPCCയുടെ തീരുമാനം. എന്നാൽ കോൺഗ്രസ് എപ്പോഴും പ്രവർത്തകരുടെ ആവേശം തുടിച്ചു നിൽക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ലളിതമായി ചടങ്ങ് നടത്താനുള്ള തീരുമാനമുണ്ടെങ്കിൽ പോലും ധാരാളം പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ചടങ്ങ് നടക്കുന്ന രാജീവ് ഗാന്ധി ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. പുറത്തും നിരവധി പ്രവർത്തകർ കാത്തു നിൽക്കുന്നു. അത്തരത്തിൽ വലിയ പ്രവർത്തക ബാഹുല്യം ഈ ചടങ്ങ് വീക്ഷിക്കാനായുണ്ട്. പ്രവർത്തകർക്കിടയിൽ ഈ പുതിയ ഭാരവാഹിത്വം ഉണ്ടാക്കിയിരിക്കുന്ന ആവേശത്തിൻ്റെയും ഒപ്പം തന്നെ ഉന്മേഷത്തിൻ്റെയും ഒരു പ്രകടനമായി തന്നെ നമുക്ക് ഇതിനെ കാണാം. കാരണം കോൺഗ്രസ് കഴിഞ്ഞ കുറേ കാലമായി സംഘടനാപരമായി അത്ര സജീവമായിരുന്നില്ല എന്ന വിമർശനമാണ് പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടായിരുന്നത്. KPCC പ്രസിഡന്റ് സുധാകരനെ അനാരോഗ്യം അടക്കമുള്ള കാര്യങ്ങൾ ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. എന്നാൽ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു നേതൃമാറ്റം കൊണ്ടുവരുമ്പോൾ അത് എല്ലാവരെയും വിശ്വാസത്തിലെടുക്കുകയും പ്രത്യേകിച്ചും സാമൂഹ്യ സന്തുലനം പാലിക്കുകയും വേണമെന്ന് ഹൈക്കമാൻഡിന് ഒരു ബോധ്യമുണ്ടായിരുന്നു. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളുമായും ആശയവിനിമയം നടത്തി ഇപ്പോഴത്തെ പ്രസിഡന്റ് സുധാകരനെ മാറ്റണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ആദ്യ അഭിപ്രായം തേടി. അതിനുശേഷമാണ് ഈ ഭൂരിപക്ഷ അഭിപ്രായവും സുധാകരൻ മാറണമെന്ന് വന്നതോടെയാണ് പുതിയൊരു പ്രസിഡന്റിനെ കണ്ടെത്താനുള്ള ചർച്ചകൾ ആരംഭിച്ചത്. ആ ചർച്ചകളിൽ സാമൂഹ്യ സന്തുലനം പൂർണ്ണമായി പാലിക്കണമെന്ന തീരുമാനം വന്നു. അങ്ങനെയാണ് സണ്ണി ജോസഫിനെ KPCCയുടെ നിയുക്ത പ്രസിഡന്റായി ഹൈക്കമാൻഡ് തീരുമാനിച്ചത്. ഇതോടൊപ്പം തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാരായിരുന്ന 3 പേരെയും മാറ്റിക്കൊണ്ടുള്ള തീരുമാനവും വന്നു. അതിൽ കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പോൾ തന്നെ പ്രവർത്തക സമിതി അംഗമാണ്. അദ്ദേഹത്തിന് 2 ചുമതലകൾ കൂടി നിർവഹിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് കാരണം അദ്ദേഹത്തെ വർക്കിംഗ് പ്രസ്ഥാനത്ത് ഒഴിവാക്കി. ഒപ്പം T സിദ്ദിഖിനെയും TN പ്രതാപനെയും ഒഴിവാക്കി. അങ്ങനെ സണ്ണി ജോസഫിനൊപ്പം ഒരു പുതിയ ടീം വരട്ടെ എന്ന തീരുമാനം വന്നു. അങ്ങനെയാണ് യുവ നേതാവായ ഷാഫി പറമ്പിൽ, പരിചയസമ്പന്നനായ AP അനിൽകുമാർ, ഒപ്പം തന്നെ PC വിശ്വനാഥ് എന്നിവരെ കൂടി വർക്കിംഗ് പ്രസിഡന്റുമാരായി നിയമിക്കുന്ന തീരുമാനം ഹൈക്കമാൻഡ് കൈക്കൊണ്ടത്. ഇതോടൊപ്പം തന്നെ ഇനി KPCCയിൽ ഒരു സമഗ്രമായ അഴിച്ചുപണി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കാരണം KPCCക്ക് ട്രഷറർ ഇല്ലാതായിട്ട് ഏതാണ്ട് 1 കൊല്ലത്തിലേറെയായി. മാത്രമല്ല KPCC ജനറൽ സെക്രട്ടറിമാരിൽ പലരുടെയും പ്രവർത്തനം അത്ര പോരാ എന്ന കാര്യത്തിലുള്ള വിലയിരുത്തലുണ്ട്. കേരളത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഇക്കാര്യത്തിൽ ഒരു സമഗ്രമായ റിപ്പോർട്ട് ഹൈക്കമാൻഡ് കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ 14 DCCകളിൽ ഏതാണ്ട് 10ഓളം DCCകളുടെ പ്രവർത്തനം അത്ര മികവ് പുലർന്നതല്ല, മറിച്ച് നിർജ്ജീവമാണെന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ 10 DC പ്രസിഡന്റുമാരെയും കുറഞ്ഞത് മാറ്റും. KPCCയിലും പ്രവർത്തന മികവ് പരിഗണിച്ചുള്ള അഴിച്ചുപണി ഉണ്ടാകും. KPCC ട്രഷറർ സ്ഥാനത്തേക്കുള്ള നിയമനവും വൈകാതെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് നൽകിയ സൂചന. എന്തായാലും ഇന്ന് പുതിയ ടീമിൻ്റെ ഒരു യോഗം ഉണ്ടാകും. ഈ
ആ യോഗത്തിലെ കൂടിയാലോചനയ്ക്ക് ശേഷമായിരിക്കും KPCCയുടെ ജനറൽ സെക്രട്ടറി തലത്തിലും DCC തലത്തിലും മറ്റും അഴിച്ചുപണി നടക്കുന്നത്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയിലും അതോടൊപ്പം തന്നെ മണ്ഡലം കമ്മിറ്റികളിലുമൊക്കെ തന്നെ അഴിച്ചുപണിക്ക് കുറേ കാലമായി ആലോചിക്കുകയാണ്. എന്നാൽ ഈ ഗ്രൂപ്പ് പരിഗണനയും മറ്റ് നേതാക്കൾ തമ്മിലുള്ള കിടമത്സരമൊക്കെ കാരണം അത് ഒരു ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ നിർണായകമായ തെരഞ്ഞെടുപ്പ്, അതിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ പ്രവർത്തകരുടെ ആവേശം ചോർന്നു പോകാതിരിക്കാൻ അതിനു മുമ്പ് ഇത്തരം സംഘടനാ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബൂത്ത് തലമുറയുള്ള ഒരു സമഗ്ര അഴിച്ചുപണിക്ക് കോൺഗ്രസ് ഒരുങ്ങും. ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുള്ള ഒരുക്കങ്ങളും ഇതിന് സമാന്തരമായി ആരംഭിക്കും. അങ്ങനെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള തീരുമാനമായിരിക്കും പുതിയ നേതൃ ടീമിൻ്റെ ആദ്യത്തെ തീരുമാനമായി വരാൻ പോകുന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കളിൽ നമുക്ക് ലഭിക്കുന്ന സൂചന. എന്തായാലും ഇപ്പോൾ സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങ് ആരംഭിക്കുകയായി. ഇപ്പോൾ ഇതിന് സ്വാഗതം പറയുന്ന ചുമതലയാണ് സംഘടനാ ജനറൽ സെക്രട്ടറി KPCC സംഘടനാ ജനറൽ സെക്രട്ടറി M. ലിജു നിർവഹിക്കുന്നത്. ഈ സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ്. KPCC പ്രസിഡന്റുമാരായ മുൻ KPCC പ്രസിഡന്റുമാരായ K. സുധാകരൻ, VM സുധീരൻ, K. മുരളീധരൻ തുടങ്ങിയ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെയും സാന്നിധ്യമുണ്ട്. ഒപ്പം തന്നെ AICCയുടെ കേരളത്തിൽ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കമുള്ള നേതാക്കളുമുണ്ട്. ഒപ്പം തന്നെ ഈ ചടങ്ങ് വീക്ഷിക്കാനായി നിരവധി പ്രവർത്തകർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി കോൺഗ്രസ് പ്രവർത്തകരും ഇവിടെ ഈ ഇന്ദിരാഭവനിലേക്ക് എത്തിയിട്ടുണ്ട്. SK പ്രസിഡന്റായി സണ്ണി ജോസഫ് അല്പസമയത്തിനകം ചുമതലയേൽക്കും. പുതിയൊരു നേതൃനിര കോൺഗ്രസിലേക്ക് വരികയാണ്. ആവേശത്തോടെ തന്നെയാണ് പ്രവർത്തകർ. ഒരുപക്ഷേ K. സുധാകരൻ പടിയിറങ്ങുമ്പോൾ അദ്ദേഹത്തിനെ AICCയുടെ സ്ഥിരം ക്ഷണിതാവാക്കി മാറ്റുന്നു.